ഹായ് ഹലോ നമസ്കാരം. ഡോക്ടർ അപർണ സ്വസ്തി രക്ഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ അപർണ അല്ല. ഇന്ന് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന ചർമ്മരോഗത്തെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. പലപ്പോഴും താരൻ എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു രോഗമാണ്, അതായത് ഒരു ചർമ്മരോഗമാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ്. താരൻ നമുക്ക് തലയോട്ടിൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണെങ്കിലോ തലയോട്ടിയിൽ, കൺപീലിയിൽ, മീശ, താടി, മൂക്കിൻ്റെ സൈഡിലൊക്കെ അല്ലെങ്കിൽ ചെവിയുടെ സൈഡിലൊക്കെ കാണാൻ സാധിക്കും. ഏകദേശം താരനെ പോലെ തന്നെയാണ്, താരൻ്റെ കൂടിയ വേർഷനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രധാനമായും സെബോറിക് ഡെർമറ്റൈറ്റിസ് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഇൻഫൻറ്റൈൽ സെബോറിക് ഡെർമറ്റൈറ്റിസ്, രണ്ട് അഡൽട്ട് സെബോറിക് ഡെർമറ്റൈറ്റിസ്. ആദ്യം ഇൻഫൻറ്റൈൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്താണെന്ന് നോക്കാം. പേര് പോലെ തന്നെ കുഞ്ഞുങ്ങളിൽ വരുന്ന ചർമ്മരോഗമാണ്. അതായത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഒരു 2 തൊട്ട് 3 മാസം ആയിരിക്കും ഇതിൻ്റെ ആദ്യത്തെ കാലഘട്ടം. ഇത് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവാൻ കാരണം തന്നെ അമ്മയുടെ ഉള്ളിലുള്ള ഹോർമോണിൻ്റെ വേരിയേഷൻ കാരണം ആണ് കുഞ്ഞുങ്ങളിൽ ഇത് കാണുന്നത്. കുഞ്ഞുങ്ങളുടെ തലയോട്ടിയിൽ ചെറിയ ചെറിയ രീതിയിലുള്ള പാളികളായിട്ട് ഇളകിപ്പോകും. ഇത് 1 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളിൽ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ മാറാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത് അഡൽട്ട് സെബോറിക് ഡെർമറ്റൈറ്റിസ്. പേര് പോലെ തന്നെ മുതിർന്നവരിൽ ഉണ്ടാകുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ്. മെയിൻലി 15 തൊട്ട് 45 വയസ്സ് പ്രായപരിധിയിലുള്ളവരിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇത് പിന്നെ ആദ്യം ഒരിക്കൽ വരും, പിന്നെ മാറും. ഇതൊരു സൈക്കിള് പോലെ പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് കൂടുതലായി ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് ബാധിക്കുന്നത്. എന്നൊരു സ്ത്രീകളിലില്ലെന്നല്ല. ഈ ചർമ്മരോഗത്തിൻ്റെ പ്രധാന കാരണമായി നമുക്ക് ടെൻഷൻ അഥവാ സ്ട്രെസ് എന്ന് പറയാം. അതുമാത്രമല്ല, നമ്മുടെ പ്യൂബർട്ടി ഏജിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺസിൻ്റെ വേരിയേഷൻ കാരണം നമ്മുടെ ശരീരത്തിലെ സ്നേഹഗ്രന്ഥികളുടെ പ്രൊഡക്ഷൻ കൂടും. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ട് ഉണ്ടാവേണ്ട ഫംഗസ് അഥവാ ഈസ്റ്റിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലാവും. അപ്പോൾ ഇതിനെ റിയാക്ട് ചെയ്യാനെന്ന രീതിയിൽ നമ്മുടെ ബോഡിയിലൊരു പ്രക്രിയ ഉണ്ടാവും. ഇതിൻ്റെ ഫലമായിട്ട് സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാകുമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. എന്തെങ്കിലും അലർജി ഉള്ളവർക്ക്, അന്തരീക്ഷ മലിനീകരണം മൂലം അഥവാ ക്ലൈമറ്റിൻ്റെ വ്യത്യാസം, അതായത് കാലാവസ്ഥ വ്യതിയാനം മൂലം ഡ്രൈ സ്കിന്നുള്ളവർക്ക്, അതുപോലെ തന്നെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നവർക്കൊക്കെ ഈ രോഗം പെട്ടെന്ന് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മുടെ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും നമ്മുടെ സ്കിന്ന് പൊട്ടിപ്പൊളിഞ്ഞിളകി പോവുക, അത് തന്നെയാണ് ലക്ഷണം. ഇത് പിന്നെ തലയോട്ടിയിൽ മാത്രമായിരിക്കില്ല, നമ്മുടെ കൺപീലികളിൽ, പുരികത്ത്, അതേപോലെ തന്നെ പുരുഷന്മാരിലാണെങ്കിൽ താടിയിൽ, മീശയിൽ, ചെസ്റ്റ് റീജിയനിൽ, സ്ത്രീകളിലാണെങ്കിൽ ബ്രസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ചെവിയുടെ 2 സൈഡിൽ, മൂക്കിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ സ്കിന്നൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഇളകി പോകാറുണ്ട്. ഇത് മാത്രമല്ല, ഇതിനോടൊപ്പം ചൊറിച്ചിലുണ്ടാവാം. ചൊറിച്ചിൽ കൂടുതലായി കഴിഞ്ഞാൽ ഈ സ്കിൻ ഇളകി പോകുന്നതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നീരൊലിപ്പുണ്ടാവും. പിന്നെ ചിലരിലൊക്കെ ഇത് ബേണിംഗ് സെൻസേഷൻ ഉണ്ടാക്കാം, അതായത് ഒരു എരിച്ചിൽ പോലെയൊക്കെ ഉണ്ടാവാറുണ്ട്. എല്ലാവരിലും ഇതെല്ലാം കാണണമെന്നില്ല, ചിലർക്ക് തലയോട്ടിയിൽ മാത്രമായിരിക്കും കാണുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിനെ നമുക്ക് സെബോറിക് ഡെർമറ്റൈറ്റിസ് താരനാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കാറുണ്ട്. താരനെന്ന് കരുതി താരൻ്റെ ഒറ്റമൂലികൾ നമ്മൾ പരീക്ഷിക്കുമ്പോൾ അത് നമുക്ക് ഗുണത്തേക്കാൾ ദോഷമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തിൽ നമുക്ക് രോഗനിർണയം വളരെ ഇമ്പോർട്ടൻ്റായ ഒരു ഘടകം തന്നെയാണ്. ഒരു ഡോക്ടറുടെ സഹായത്തോടെ ഇത് താരനാണോ അതോ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണോ എന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നിട്ട് മാത്രമേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഈ രോഗം വന്നാൽ ഇതിനെങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ നമുക്ക് നോക്കാം. നമ്മുടെ തല എപ്പോഴും ക്ലീനാക്കി വയ്ക്കുക, ദിവസവും തലയോട്ടിയിൽ നല്ലപോലെ മസാജ് ചെയ്യുക, ആഴ്ചയിൽ 2 ദിവസമൊക്കെ തലയോട്ടിയിൽ തേങ്ങാപ്പാൽ അപ്ലൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ തലേ ദിവസം ഉലുവ കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അതിനെ അരച്ച് തലയിൽ നല്ലപോലെ പുരട്ടിയതിനു ശേഷം നല്ലപോലെ വാഷ് ചെയ്ത് കളയാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്ക് പകരം ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഒലിവ് ഓയിൽ തലയിൽ പുരട്ടിയതിനു ശേഷം അതിനെ കഴുകിക്കളയാൻ വീര്യം കുറഞ്ഞ മൈൽഡ് ഷാമ്പു മാത്രമേ ഉപയോഗിക്കാവൂ. പിന്നെ തലയോട്ടിയിൽ വിറ്റാമിൻ എയുടെ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് രാത്രിയിൽ നല്ലപോലെ മസാജ് ചെയ്തിട്ട് ഉറങ്ങുന്നത് നല്ലതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് അലോവേറയുടെ ജെല്ല് തലയിൽ പുരട്ടുന്നത് നല്ലതാണ്. എന്നാൽ എല്ലാവർക്കും അലോവേറയുടെ ജെല്ല് സ്യൂട്ട് ആവണമെന്നില്ല. സൈനസൈറ്റിസ് ഉള്ളവരോ അല്ലെങ്കിൽ അലർജി ഉള്ളവരോ ഒക്കെ അലോവേറ ജെല്ല് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇതുമാത്രമല്ല, നമ്മുടെ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലും മരുന്ന് കഴിക്കുന്നത് നല്ലതാണ്. അതായത് നമ്മുടെ ഒരു ഡോക്ടറുടെ സഹായം തേടി കൃത്യമായിട്ട് വൈദ്യപരിശോധനയൊക്കെ നടത്തി ഉള്ളിൽ കഷായങ്ങളും ഘൃതങ്ങളും അതുപോലെ തന്നെ ലേഹ്യങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരേക്കും നന്ദി.